പോസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിനി എന്ന തന്റെ പുസ്തകത്തെ ചൊല്ലിയുള്ള പാർലമെന്ററി പ്രക്ഷോഭം വളർന്നുവരുന്നതിനിടയിൽ മുൻ കരസേനാ മേധാവി ജനറൽ എം നരവാനെ ഓർമ്മക്കുറിപ്പ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന തന്റെ പ്രസാധകന്റെ വാദം സ്ഥിരീകരിച്ചു. പോസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിനിയുടെ ഏക പ്രസിദ്ധീകരണ അവകാശം പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യക്കാണെന്നും പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരണത്തിലേക്ക് കടന്നിട്ടില്ലെന്നും അവർ പറഞ്ഞു. ഫോട്ടോ റിയലിസ്റ്റിക് AI ജനറേറ്റഡ് ഉള്ളടക്കങ്ങൾ പ്രാധാന്യത്തോടെ ലേബൽ ചെയ്യണമെന്നും സമ്മതമില്ലാതെയുള്ള ഡീപ് ഫേക്കുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള സമയപരിധി ഗണ്യമായി കുറയ്ക്കണമെന്നും കേന്ദ്ര സർക്കാർ ഭേദഗതികൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. 2021 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരമുള്ള മാറ്റങ്ങൾ ഫെബ്രുവരി 20 മുതൽ പ്രാബല്യത്തിൽ വരും. കഴിഞ്ഞ മാസം അജിത് പവാറിന്റെ മരണത്തിന് കാരണമായ വിമാനാപകടം അപകടമല്ല, അട്ടിമറിയാണെന്ന് കുടുംബം സംശയം പ്രകടിപ്പിച്ചു. മുംബൈയിൽ ഒരു പത്രസമ്മേളനം നടത്തിയ അജിത് പവാറിന്റെ അനന്തരവനും NCP SP MLAയുമായ രോഹിത് പവാർ നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും കുറഞ്ഞത് 2 അന്താരാഷ്ട്ര ഏജൻസികളെങ്കിലും സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒപ്പുവെച്ച US ബംഗ്ലാദേശ് വ്യാപാര കരാറിന്റെ ഫലമായി ബംഗ്ലാദേശ് ഇന്ത്യൻ പരുത്തിക്ക് പകരം US ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തി ഉപയോഗിക്കുമെന്ന് ധാക്കയിലെ ഇടക്കാല സർക്കാരിന്റെ വക്താവ് പറഞ്ഞു. മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസിന്റെ ഇൻഫർമേഷൻ ഉപദേഷ്ടാവ് ഷഫീഖുൽ ആലം ഈ വ്യാപാര കരാർ ബംഗ്ലാദേശിന് US വിപണിയിലേക്ക് കൂടുതൽ പ്രവേശനം നൽകുന്ന ഒരു ഗെയിം ചേഞ്ചറാണെന്ന് പറഞ്ഞു.